ഇങ്ങേരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാ മനസ്സിലായില്ല. വല്ലാത്ത മുടികൊഴിച്ചിൽ, അതിന് പരിഹാരം തേടി വന്നതാ. മുടി മരത്തിന് മുകളിലാണോ കൊഴിഞ്ഞത്? ആ മരത്തിൻ്റെ ഇലയോ കായോ മരുന്നായി കഴിക്കാനാവും. എന്നാലും അപരിചിതനായ ഒരാൾ ഈ കാട്ടിൽ മരുന്നിനായി വരികയെന്നൊക്കെ പറഞ്ഞാൽ... വൈദ്യരെ, ഞങ്ങളൊരു കരടിയെ കണ്ടു. അതെ, ആ പേര് അപരിചിതൻ. മരത്തിൽ മുടി കൊഴിയുന്ന ആളാ. അതൊന്നും അല്ല. മുടികൊഴിച്ചിലാണെന്ന് പറഞ്ഞ് മൂക്കൻ കുന്നിന് കിഴക്കുള്ള മരത്തിനടുത്ത് നിൽക്കുന്നു. മുടികൊഴിച്ചിലിന് മരുന്നിനോ? ഈ ഭാഗത്തെ ഒരു മരത്തിനും അങ്ങനെ ഒരു ഔഷധ ഗുണമില്ല. എങ്കിൽ നമുക്ക് ആ കരടിയെ ഒന്ന് കാണണം. ആ ഔഷധത്തിന് ഗുണമില്ല എന്ന് പറയാനല്ലേ? അല്ലടോ, നമ്മളോട് അവൻ പറഞ്ഞതൊക്കെ നുണയാ. അവൻ്റെ ഉദ്ദേശം മറ്റെന്തോ ആണ്. മറ്റൊരു കാട്ടിൽ നിന്ന് വന്നവൻ നമ്മളോട് നുണ പറയണമെങ്കിൽ അവനൊരു ചാരനാവാൻ ചാൻസ് ഉണ്ട്. അയ്യോ, അറിഞ്ഞോ? അപരിചിതൻ കരടി ചാരനാ. മുടികൊഴിച്ചിലിന് മരുന്നില്ലാത്ത മരത്തിൽ നിന്ന് മുടികൊഴിച്ചിലിന് ആ കരടി മരുന്ന് പറിച്ചെന്ന്. ചാരനെന്ന് പറഞ്ഞ ആരാ? വിവരം ചോർത്താൻ വന്നവൻ. അയ്യോ, ആരുടെയെങ്കിലും വിവരം ചോർന്നോ ആവോ? സൂത്രനും ഷേരുവും കൂടി അങ്ങേരെ കാണാൻ പോയിട്ടുണ്ട്. അത് മതി, എല്ലാവരും കൂടി ചെന്ന് അത്രയും വിവരം കൂടി ചോർത്തണ്ട. ഹമ്പടാ, അതാ അവിടെ തന്നെ ഇരിപ്പുണ്ട്. സത്യം പറ, താൻ ചാരനല്ലേ? ചാരനോ? ഞാനോ? നോ നോ. മുടികൊഴിച്ചിലിന് മരുന്നില്ലാത്ത ഈ മരത്തിൻ്റെ അടുത്ത് പിന്നെ തനിക്ക് എന്താ കാര്യം? മരുന്നോ? ഞാൻ വള്ളിയെടുക്കാൻ വന്നതാ. കാറ്റടിച്ചാൽ വേപ്പുമുടി കൊഴിഞ്ഞ് താഴെ വീഴുന്നു. അതൊന്ന് കെട്ടിയുറപ്പിക്കാൻ ഈ വള്ളി ബെസ്റ്റാ.